പറയണ്ടത് റിവ്യൂ ഞാൻ പറഞ്ഞോളാം. ഇത് ഞാൻ പറഞ്ഞോളാം, നീ മാറിക്കോ. 46-47 BHP അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആ ഒരു ലെവലിലുള്ള ഇതേത് വണ്ടിയാണെന്നറിയാ? ബുള്ളറ്റ്. കൊള്ളാം. എവിടെ കേൾക്കുന്നു? 6 എന്ന് പറഞ്ഞാൽ റോയൽ എൻഫീൽഡ്. അപ്പോൾ യെസ്, നമ്മുടെ കയ്യിൽ റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ ഷോട്ട് ഗൺ 650 ആണ് കിട്ടിയിരിക്കുന്നത്. ഇൻ്റർസെപ്റ്ററിലും GT-യിലും നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സൂപ്പർ മീറ്റിയറിലൊക്കെ വന്ന സെയിം എഞ്ചിൻ തന്നെ നമ്മുടെ ഷോട്ട് ഗണ്ണിൽ ഇറക്കിയിരിക്കുകയാണ്. നമ്മുടെ റൈഡർ മേനിയയിൽ അവർ ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് കുറച്ച് പീസ് ഇറക്കിയാണ് ഈ ഒരു വണ്ടി ലോഞ്ച് ആക്കിയത്. എന്തൊക്കെയാലും ഇതിപ്പോൾ എവരിവൺ ആർക്കും വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വണ്ടി ഇറക്കിയിട്ടുള്ളത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് ഈ വണ്ടിയുടെ ഒരു ആസ്പെക്റ്റ് എങ്ങനെയുണ്ട്, അതായത് വണ്ടിയുടെ എൻജിൻ റിഫൈൻമെൻറ്റ്, പിക്കപ്പ്, അതുപോലെ തന്നെ ഹാൻഡിലിങ്, അതുപോലെ തന്നെ റൈഡിങ് പൊസിഷൻ, വണ്ടിയുടെ യൂസിങ്, അതുപോലെ തന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ സീറ്റാണ്. അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് എക്സ്ട്രാ വെക്കുന്നൊരു സംഭവമാണ്, ഈ ഒരു ഓപ്ഷണലായിട്ട് നമുക്ക് കൊടുക്കുന്ന സാധനമാണ് പില്ലൻ സീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് മാരക ലുക്കായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ആക്സസറീസ് ആയിട്ട് വെച്ചൊരു സംഭവമാണ്. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെ കംഫർട്ട് ഉണ്ട്, ഇരിക്കുന്ന സമയത്ത് ഷോക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതെ, ഒരു റോഡ്സ്റ്റർ ലുക്കിലാണ് വണ്ടിയുടെ ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നമ്മുടെ ഒറ്റ നോട്ടത്തിൽ നോക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ മീറ്റിയോറിൻ്റെ ഒരു ഏകദേശം ഒരു രൂപം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് റോയൽ എൻഫീൽഡ് പറയുന്നത് ഒരു കസ്റ്റം ബിൽഡ് ഒരു വണ്ടി എന്നുള്ള ലെവലിലാണ് അവർ ഇറക്കിയിരിക്കുന്നത്. സ്റ്റോക്കായിട്ട് തന്നെ ഫ്രണ്ടിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഹെഡ് ലാമ്പ് നമ്മുടെ ഇൻ്റർസെപ്റ്ററിലും GT-യിലും സൂപ്പർ മീറ്ററിലൊക്കെ വന്ന അതേ ഒരു LED ഹെഡ് ലാമ്പാണ്. റൗണ്ട് ഷേപ്പാണ്, നല്ല രസമാണ് കാണാൻ. പ്രീമിയം ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പിയാനോ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കണ്ട് കാണാം. ഒരു കൗളിങ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വിൻ വൈസറോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇതൊരു റോഡ്സ്റ്റർ എന്നുള്ളൊരു ലെവലിലാണ് റോയൽ എൻഫീൽഡ് ഇറക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഷോവയുടെ USD ഫോർക്ക് 320 mm ഡിസ്ക് ബ്രേക്ക് ഫ്രണ്ടിലും 240 mm ഡിസ്ക് ബ്രേക്ക് ബാക്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എൻജിൻ ഭാഗത്തോട്ട് വരുന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ കുറേ അധികം ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് പെർഫോമൻസിലല്ല, എസ്തെറ്റിക്കലി വണ്ടിയുടെ ആ ഒരു എൻജിൻ്റെ പാർട്സുകളിലും അതുപോലെ തന്നെ ഷാസിയിലൊക്കെ ഒരുപാട് എന്താ പറയുക ക്വാളിറ്റി പരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിപ്പം ഒറ്റ നോട്ടത്തിൽ നോക്കാനാണെങ്കിൽ ഒരു ഇമ്പോർട്ടഡ് വണ്ടിയുടെ ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഈ ഒരു ഭാഗമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പിയാനോ ബ്ലാക്ക്, അതായത് അല്ലെങ്കിൽ സാറ്റൈൻ ഫിനിഷിങ്ങിലാണ് ഈ ഒരു ഹെഡിൻ്റെ ഈ ഒരു കവറിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു സംഭവം ഞാൻ കാണുന്നത്. ഹീറ്റ് ആകുമ്പോൾ ഇളകി പോകുന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു. ഇല്ല, നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഈ ഒരു സംഭവത്തിന്. നമുക്ക് നല്ല ഫിനിഷിങ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഹെഡിൻ്റെ ഭാഗത്ത്. സാറ്റിൻ ഫിനിഷ് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക. പൗഡർ കോട്ടറായിട്ടാണ് എക്സോസ് പൈപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഈ ഒരു പൗഡർ കോട്ടഡ് അല്ല നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് ചേസിൻ്റെ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുക. ഇത് കുറച്ചും കൂടെ റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഫിനിഷിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് നമുക്ക് തൊടുമ്പോൾ തന്നെ നമുക്കൊരു പരുക്കൻ ഫീല് കിട്ടുന്നില്ല കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗത്ത് തൊടുന്നത് പോലെ കുറച്ചുകൂടെ നല്ല ഇമ്പ്രൂവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള ഒരു പെയിൻറ്റ് ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ പൗഡർ കോട്ടിങ് സംഭവങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അതേ ത്രോട്ടിൽ ബോഡിയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എക്സോസ് പൈപ്പും ട്വിൻ സിലിണ്ടർ നമ്മൾ നേരത്തെ കണ്ട വണ്ടികളിലൊക്കെ പോലെ തന്നെ ഡുവൽ എക്സോസ് 150/70 സെക്ഷൻ വരുന്ന സിയറ്റിൻ്റെ സൂം റാഡാണ് ഈ ഒരു വണ്ടിയിൽ സ്റ്റോക്കായിട്ട് വരുന്നത്. സൂം റാഡിന് പകരം അവർ മെറ്റ്സിലറോ അല്ലെങ്കിൽ പണ്ട് തൊട്ട് കൊണ്ടുവരുന്ന പിരേലിയോ ഒക്കെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയതിനെ. എനിക്ക് തോന്നുന്നു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. പിന്നെ ഡുവൽ ഷോക്ക് അബ്സറാണ് ബാക്കിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു ആക്സസറീസാണ് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള. ഇത് ഡയറക്റ്റ് ഷോക്കിലാണ് കണക്റ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇരുന്ന് നോക്കിയില്ല. ഇരുന്നവർ പറയുന്നത് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഇച്ചിരി ഹാർഡ് ആവാൻ ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്ര വിട്ടുള്ള സീറ്റല്ല. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റൂംസും കാര്യങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ വിട്ടുള്ള സീറ്റാണ് റൈഡറിന് വരുന്നത്. പെയിൻറ്റ് ക്വാളിറ്റിയൊക്കെ നെക്സ്റ്റ് ലെവലാണ് കേട്ടോ. അതായത് നല്ല ക്വാളിറ്റി ഉള്ള പെയിൻറ്റിംഗ് ആണ് നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക എല്ലാ വണ്ടിയിലും നമുക്ക് കാണാൻ സാധിക്കുക. പറയണ്ടത് റിവ്യൂ ഞാൻ പറഞ്ഞോളാം. ഇത് ഞാൻ പറഞ്ഞോളാം, നീ മാറിക്കോ. അങ്ങനെ നമുക്ക് പിയാനോ ഫിനിഷിങ്, ആ ഒരു ഗ്ലോസി ഫിനിഷിംഗ് ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൂപ്പർ മെറ്റീരിയൽ വന്ന അതേ ഒരു
മീറ്റർ കൺസോളാണ്, ഒരു സെമി ഡിജിറ്റലാണ്. കുറച്ച് വാണിംഗ് ലാമ്പും കാര്യങ്ങളൊക്കെ കാണാം. സ്വിച്ച് ഗിയറും കാര്യങ്ങളൊക്കെ റോട്ടർ ടൈപ്പാണ്. അതുപോലെ തന്നെ അതെ ഈ ഒരു ഭാഗത്ത് ട്രിപ്പർ നാവിഗേഷൻ നമുക്ക് കാണാൻ സാധിക്കും. നല്ല അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലിവേഴ്സ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഈ കാണുന്നത് നമ്മുടെ മീറ്റിയോർ 350 സൂപ്പർ മീറ്റിയോറിലൊക്കെ വന്ന അതേ ഒരു ടെയിൽ ലാമ്പാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുക. മഡ്ഗാർഡൊക്കെ കുറച്ചും കൂടെ ഈ ഒരു ലെവലിൽ തെള്ളി നിൽക്കുകയാണ്. പിന്നെ എഞ്ചിൻ്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. സ്പെക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ 650cc 48 bhp അടുത്തും 52 Nm ടോർക്കിനടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, നല്ല റിഫൈൻഡ് ആണ്. സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. നല്ല റിഫൈൻഡ് ആണ് കേട്ടോ വണ്ടി. നമുക്ക് ആ ഒരു 650cc കാണുന്ന വൈബ്രേഷൻ എന്ന് പറയുന്നത് മിനിമലാണ്. നല്ല റിഫൈൻഡ് ആണ് കേട്ടോ. ഫീൽസ് ലൈക്ക് ജാപ്പനീസ് എൻജിൻസ്. നമുക്ക് വണ്ടി ഓടിച്ചിട്ട് വണ്ടിയിൽ എന്തെങ്കിലും റൈഡബിലിറ്റിയിൽ അതുപോലെ തന്നെ എൻജിൻ്റെ ട്യൂണിങ്ങിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫ്യൂലിങ്ങിൽ മറ്റുള്ള ഇൻ്റർസെപ്റ്ററൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പവർ ഡ്രോപ്പോ പവറിന് കൂടുതലോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി ഓടിച്ചിട്ട് സംസാരിക്കാം. അപ്പം നമ്മളങ്ങനെ വണ്ടിയിലോട്ട് കയറിയിരുന്നു. ഫസ്റ്റ് ഗിയർ നേരത്തെ ഇട്ട് വെച്ചിരുന്ന കേട്ടോ. അപ്പം നമ്മൾ ലെറ്റ്സ് റോൾ. ക്രൂയിസറിൻ്റെ ഫുഡ് പെക്ക് പൊസിഷനില്ല എന്ന ഒരു റിയർ സെറ്റ് എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. ഒരു സെൻട്രൽ സ്പെക്ക് ആയിട്ടുള്ള നല്ല റിലാക്സ് ആയിട്ടുള്ള റൈഡിങ് പൊസിഷനാണ് ഇതിൻ്റെ ഫുഡ് പെക്കിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അതുപോലെ തന്നെ അപ്രൈറ്റ് ആണ് റൈഡിങ് പൊസിഷൻ കേരളത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാൻഡിൽ ബാർ ഭയങ്കര ഷോർട്ടാണ്. അതായത് നമ്മുടെ ഒരു നേക്കഡ് വണ്ടികളിൽ ഓടിക്കുന്ന രീതിയിൽ, അതായത് നമ്മുടെ സൂപ്പർ മീറ്റിയോറൊക്കെ പോലെ നമുക്കൊരു നിവർന്നിരുന്ന രാജാവിനെ പോലെ ഓടിക്കുന്ന ഒരു പൊസിഷനൊന്നും തന്നെയല്ല. നമുക്ക് ചിലപ്പം ഫോട്ടോയിലൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനെ തോന്നുമായിരിക്കും. സൗണ്ട് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് നമ്മുടെ മറ്റുള്ള പ്രീവിയസ് വേരിൻ്റെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത്. പിന്നെ പവറും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ഞാൻ എന്തെങ്കിലും റോഡിൽ ഡ്രൈവ്, നമുക്കിവിടെ നല്ലൊരു ഹൈവേ ഇല്ലാത്തത് വളരെ എന്താ പറയണ്ടേ വിഷമിപ്പുള്ള ഒരു കാര്യമാണ്. ഓ മാൻ, ഈ 650cc ലോട്ട് ഓഫ് ടോർക്ക് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ സൂപ്പർ മീറ്റിയോറിൻ്റെ സെയിം ട്യൂണിങ് തന്നെയാണെന്നാണ് തോന്നുന്നത്. 240 കിലോ ആണ് വണ്ടിയുടെ വെയിറ്റിംഗ് കേരളമൊക്കെ വരുന്നത്. അപ്പോൾ ആ 240 കിലോ വെച്ച് വലിക്കാൻ വേണ്ടി മാത്രം എനിക്ക് തോന്നുന്നു ലോ എൻഡിൽ കുറച്ചും കൂടെ അവർ റീവർക്ക് ചെയ്തിട്ടുണ്ട് ഫ്യൂലിങ്ങിൽ എന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു വലിയ ഡിഫറൻസ് ഒന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ക്ലച്ചൊക്കെ മോഡറേറ്റ് ആയിട്ടുള്ള സ്റ്റിഫായിട്ടുള്ള ക്ലച്ചാണ്. ഗിയർ ബോക്സൊക്കെ നല്ല ഗിയർ ബോക്സാണ് കേട്ടോ. നല്ല പ്രിസൈസ് ആയിട്ടുള്ള ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അങ്ങനെ വൈബ്രേഷൻ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളൊരു ഇൻ്റർസെപ്റ്ററോ അല്ലെങ്കിൽ GTO സൂപ്പർ മീറ്റിയറോ ഒക്കെ ഓടിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനങ്ങനെ ഒരു വലിയൊരു വൈബ്രേഷൻസ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള, നല്ല ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിനാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാൻ സാധിക്കുക. സസ്പെൻഷൻ, സീറ്റിംഗ് പൊസിഷൻ എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഹാർഡായിട്ട് തോന്നും. അതായത് ഒരു പ്രാക്ടിക്കൽ എന്നുള്ള ലെവലിലോട്ട് നിന്നും നമുക്ക് മാറി ചിന്തിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഹീറ്റിങ് ഉണ്ട്. ഹീറ്റിംഗ് എന്തായാലും വരുമല്ലോ. കാലിലോട്ടൊക്കെ ചെറിയ ചൂടും കാലൊക്കെ അടിക്കുന്നുണ്ട്. 650cc അല്ലേ, അതും ഒരു എയർ കൂൾഡ് എഞ്ചിനാണ്. പിന്നെ ഒരു എയർ കൂൾഡ് എഞ്ചിൻ ഇത്രയും പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 46-47 bhp അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആ ഒരു ലെവലിലുള്ള മാരകമായിട്ടുള്ള ഹീറ്റിങ് കാരണം തന്നെ ഇല്ല. നമുക്ക് സ്റ്റിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഹീറ്റ് തന്നെയാണ് ഈ വണ്ടിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. മൈലേജൊക്കെ ഒരു 22 റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചാൽ മതി. അല്ലാതെ ഒരു ഭീകരമായിട്ടുള്ള മൈലേജ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു മാക്സിമം ഒരു 25, അതിൽ കൂടുതലൊന്നും നമുക്ക് 650cc ഈ വണ്ടിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇനി നമുക്ക് കുറച്ച് ഇട റോഡുകളിലൊന്നും ഓടിച്ചു നോക്കാം. ഹൈവേയിൽ നമുക്ക് ഈ വണ്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ എൻജിൻ എന്ന് പറയുന്നത് ഒരു 150 അല്ലെങ്കിൽ 140 പോയാലും ചലിക്കാത്തൊരു എൻജിനാണ്. അങ്ങനെ ഒരു സ്ട്രെസ് ഇല്ലാത്തൊരു സാധനമാണ് ഈ ഒരു എൻജിൻ എന്ന് പറയുന്നത്. പല ആൾക്കാർ ഈ വണ്ടിയുടെ എൻജിൻ, അതായത് 650cc ഈ ഒരു എൻജിനെ 390 ആയിട്ട്
ഭയങ്കരമായിട്ട് ഫാൻ ഫൈറ്റ് നടത്തുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പ്രൈസ് റേഞ്ച് വെച്ച് ഈ വണ്ടിയെ 390 ആയിട്ട് കമ്പയർ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. സൗണ്ട് നമ്മൾ ഈ ഒരു റോഡുകളിലൂടെ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു വിസ്ലിങ്ങോട് കൂടിയ ആ ഒരു ട്വിൻ സ്പ്ലെൻഡർ സിംഫണി. ഇനി ഈ വണ്ടി ആരൊക്കെ വാങ്ങണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കസ്റ്റം റോയൽ എൻഫീൽഡ് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ റോയൽ എൻഫീൽഡിൻ്റെ സൂപ്പർ മീറ്റിയോറൊക്കെ എടുക്കാൻ നിൽക്കുന്നവരാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു ക്രൂയിസർ ഷേപ്പിനോട് അല്ലെങ്കിൽ ക്രൂയിസറിൻ്റെ ആ ഒരു ലുക്കിനോട് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി നോക്കാം. അല്ലെങ്കിൽ തന്നെ ഈ വണ്ടി ഒരു യുണീക്ക് വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല യുണീക്ക് ഡിസൈനാണ് കേട്ടോ ഈ വണ്ടിയിൽ വരുന്നത്. കൊള്ളാം സംഭവം. സസ്പെൻഷനൊക്കെ നല്ല ഹാർഡാണ് കേട്ടോ. നമുക്ക് ആ ഓരോ ഗട്ടറിൽ വീഴുന്ന സമയത്ത് നമുക്ക് എടുത്തറിയാനായിട്ടുണ്ട്. നമുക്ക് കോർണറിങ്ങിലും നമുക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നുണ്ട് കേട്ടോ. ടയറിൻ്റെ സൈസും ആ ഒരു സസ്പെൻഷൻ്റെ സ്റ്റിഫ്നെസ്സും ഒക്കെ നമുക്ക് ആ ഒരു കോർണറിങ്ങിൽ വണ്ടി കോർണർ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ഒരു കോൺഫിഡൻസും നല്ലപോലെ കോർണർ ചെയ്യാനും പറ്റുന്നുണ്ട്. 240 കിലോ ഉള്ള ഒരു വണ്ടിയാണെന്ന് പറയത്തേ ഇല്ല. അയ്യോ എന്തോ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു ഷോർട്ട് റിവ്യൂ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് റൈഡ് ഇമ്പ്രഷനായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. വണ്ടി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം, ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നത് കായംകുളം റോവേഴ്സ് മോട്ടോഴ്സാണ് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്, ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. അപ്പോൾ സസ്പെൻഷൻ, വണ്ടിയുടെ പവർ ഡെലിവറി, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു. വണ്ടിയുടെ ഫിനിഷിങ്ങും ഓവറോൾ വെർഡിക്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു. റോയൽസ് മോട്ടോഴ്സ് കായംകുളം. അപ്പോൾ നല്ലപോലെ ഹീറ്റ് ഉണ്ട് കേട്ടോ. പുതിയ വണ്ടി കൊണ്ടായിരിക്കാം.